യേശുവിൽ പ്രിയപ്പെട്ടവരെ, എമ്മാവുസിലേക്ക് നടന്നു പോയ 2 ശിഷ്യന്മാരോടൊപ്പം ഈശോയും നടന്ന് അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ, നാം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ജ്വലിക്കേണ്ടതാണ്. ദൈവസ്നേഹത്താൽ, പരസ്നേഹത്താൽ, ആത്മീയ നന്മകളാൽ അങ്ങനെ ജ്വലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. ജ്വലിക്കാത്ത ഒരു നിർവികാരതയാണ് നമ്മൾക്കുണ്ടാകുന്നതെങ്കിൽ കർത്താവിനോടുള്ള, മറ്റുള്ളവരുള്ള നമ്മുടെ ബന്ധം മോശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇനി നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തോടുള്ള മൈത്രി നമ്മളിലുണ്ടെങ്കിൽ ജഡിക സുഖങ്ങൾക്കും സുഖാഭിലാഷങ്ങൾക്കും വേണ്ടി നമ്മൾ ജ്വലിച്ചുകൊണ്ടിരിക്കും. അസൂയയും അഹങ്കാരവുമൊക്കെ ജ്വലനത്തിന് കാരണമാകും. അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള വെറുപ്പും വിദ്വേഷത്താലും ഒക്കെ നമ്മൾ ജ്വലിച്ചെന്ന് വരാം. അങ്ങനെയെങ്കിൽ നമ്മൾ അധപ്പതിക്കുകയായിരിക്കും ചെയ്യുക. ഇനിയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സാന്നിധ്യമൊക്കെ അവരിൽ എന്തുതരം ജ്വലനമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നെഗറ്റീവ് ജ്വലനമാണോ മറ്റുള്ളവരെ തളർത്തിക്കളയുന്ന, അതോ മറ്റുള്ളവരെ ഉയർത്തുന്ന, വളർത്തുന്ന പോസിറ്റീവ് ജ്വലനമാണോ നമ്മൾ അവർക്ക് കൊടുക്കുക? സ്നേഹനാഥനായ ഈശോയെ, ഈ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ ജ്വലിക്കാതെ, കർത്താവെ, അങ്ങയോടുള്ള സ്നേഹത്താൽ, പരസ്നേഹത്താൽ, ആത്മീയ നന്മകളാൽ ജ്വലിക്കുന്ന ഹൃദയം തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.